5 കൊല്ലം മുമ്പ് വേണ്ട 2 വർഷം മുമ്പുണ്ടായിരുന്ന വില നിലവാരത്തിൽ 200% മുതൽ 300% വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയോ? മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രാവിലെ വിലക്കയറ്റത്തെ കുറിച്ചുള്ള വില നിലവാരത്തെ കുറിച്ചുള്ള ഒരു ഫയൽ വരും എന്നാണ് എൻ്റെ അറിവ്. എന്തിനാ DA കൊടുക്കണം? ആ വില വർധന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട് ആളുകൾക്ക് ഇല്ലേ? സർക്കാർ ജീവനക്കാരാണെങ്കിലും സർക്കാർ ഓഫീസിലെ പ്യൂണാണെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. അതാണല്ലോ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത്. അവർക്ക് വീട് വെക്കാനുള്ള മറ്റേ ലോണിന്റെ പൈസ കൊടുക്കണം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം, ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അത് കൊടുക്കണം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുപാതികമായ ഈ പൈസ നിഷേധിക്കുകയാണ്. എന്നിട്ട് അതിനങ്ങ് യാതൊരു ന്യായീകരണവും വേണ്ട. ഇത് കൃത്യമായ അവഗണനയാണ്, സർക്കാർ ജീവനക്കാരോടുള്ള അവഗണനയാണ് പൂർണ്ണമായി ചെയ്തിരിക്കുന്നത്. ഇത് എന്ന് നടപ്പാക്കും, എപ്പോൾ നടപ്പാക്കും എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരികയാണ്. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു. ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നുണ്ട്. വാക്കൗട്ടിൽ പങ്കെടുക്കാൻ CPI അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു.